കോഴിക്കോട് മലയോര മേഖലകളിൽ കനത്ത നാശം വിതച്ച് മഴ തുടരുന്നുണ്ട്. ജില്ലയിൽ റെഡ് അലർട്ടാണ്. മരുതോങ്കര പഞ്ചായത്തിലെ തൃക്കന്തോട് ഉരുൾപൊട്ടിയെന്ന സംശയമുണ്ട്. കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞതോടെ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഈങ്ങാപ്പുഴ ടൗണിലും വെള്ളം കയറി. പശുക്കടവ്, ചെമ്പനോട മേഖലകളിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ദിലിഷ ചേരുന്നുണ്ട്. ദിലിഷ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ജില്ലയിലെ മൊത്തത്തിലൊരു മഴ സാഹചര്യം? ഇന്നലെ തുടങ്ങിയ മഴയാണ്, അത് ഏതെങ്കിലും ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? കാരണം അങ്ങനത്തെ വാർത്തകളൊക്കെയാണ്, ഉരുൾപൊട്ടൽ വാർത്തയും ഉരുൾപൊട്ടൽ സംശയം എന്നുള്ള വാർത്തയും ഈ നദികളിലെ ജലനിരപ്പ് ഉയരുന്നു എന്ന വാർത്തയും പല കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു എന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ആശങ്കയുണ്ട്. മഴയുണ്ടോ ഇപ്പോൾ? ചേതു സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലേർട്ടാണ്. നേരിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടി തുടങ്ങിയ മഴയാണ്. അതിശക്തമായിട്ടുള്ള മഴ മലയോര മേഖലകളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഉച്ച മുതൽ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. പുലർച്ചെ വരെ മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെയാണ് മഴയ്ക്ക് അല്പം ശമനമുണ്ടായത്. എന്നാൽ ഒരു 7 മണിയോടുകൂടി വീണ്ടും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓരോ മണിക്കൂർ ഇടവിട്ട് അതിശക്തമായിട്ടുള്ള മഴ തന്നെ എന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പലയിടങ്ങളിൽ നിന്നായിട്ട് മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള ആളപായമോ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളോ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ ഏകദേശം രാത്രിയോടുകൂടിയാണ് ഈ തൃക്കന്തോട് ഭാഗത്ത്, അതായത് കോഴിക്കോട് കുറ്റ്യാടിക്ക് സമീപമുള്ള മരുതോങ്കര തൃക്കന്തോട് ഭാഗത്ത് ഉരുൾപൊട്ടിയതായിട്ട് ഒരു സംശയം, നാട്ടുകാർ ഒരു ആശങ്ക പ്രകടിപ്പിച്ചത്. തൃക്കന്തോട് നിന്നും 43 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ജനവാസ മേഖലയല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറ്റ്യാടി ചുരത്തിൽ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതുവഴിയുള്ള വാഹന യാത്രക്കാർ സൂക്ഷിക്കുക എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ താമരശ്ശേരി ചുരത്തിൽ ഇതുപോലെ തന്നെ വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകരുത് എന്ന് താമരശ്ശേരി പോലീസിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പശുക്കടവ്, ചെമ്പനോട് ഭാഗത്ത് നിന്നെല്ലാം തന്നെ നിരവധി 13-16 കുടുംബങ്ങളെയെല്ലാം തന്നെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വിലങ്ങാട് നമുക്കറിയാം വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു മേഖലയാണ്. അത് കഴിഞ്ഞ തവണ ഈ ഒരു സമയത്താണ് വിലങ്ങാട് ഉരുൾ പൊട്ടുന്നത്. 9 പ്രാവശ്യമാണ് വിലങ്ങാട് മേഖലയിൽ ഉരുൾ പൊട്ടിയത്. എന്നാൽ ഇക്കുറിയും അവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഉരുൾപൊട്ടാനുള്ള സാധ്യതയൊക്കെ തന്നെ നേരത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളതാണ്. ഈ വിലങ്ങാട് ഇന്നലെ പാലം വെള്ളത്തിനടിയിലാകുന്നു. ഇന്നലെ തന്നെ പെയ്ത ചെറിയ മഴയിൽ തന്നെ വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും അതുപോലെ തന്നെ പാലം വെള്ളത്തിലടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് അവിടെ ഒരു കുന്നിടിഞ്ഞ നിലയിലെന്ന് വാർത്തയുണ്ടല്ലോ. അതെ സേതു, ചെക്യാട് കുന്നിടിഞ്ഞ നിലയിൽ രാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇന്നലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയായിരുന്നു. ഇങ്ങനെ കുന്നിടിഞ്ഞതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളപായമോ മറ്റൊന്നും തന്നെ ഇതുവരെയും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണ് മാറ്റാനുള്ളൊരു നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. ഇതുപോലെ തന്നെ കുറ്റ്യാടി ചുരത്തിലും ആ വഴിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റവന്യൂ വകുപ്പൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ ദിൽഷ? ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മാറ്റി താമസിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത വേണ്ടതോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? എല്ലാ പഞ്ചായത്തുകൾക്കും ജില്ലാ ഭരണകൂടം കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സേതു. കാരണം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പുഴയോരത്തൊക്കെ തന്നെ താമസിക്കുന്ന ആളുകളെ പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം ഇന്നലെയോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പുഴകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ ജലനിരപ്പ് ഓരോ മണിക്കൂറുകളും ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നുള്ള അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ തന്നെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. നഗരപ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നഗരമേഖലകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള മഴയില്ല, മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ റോഡുകളിലൊക്കെ തന്നെ ഇന്നലെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോട് കൂടി വെള്ളമൊക്കെ ഇറങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ. അവിടെ മഴ സാഹചര്യമൊക്കെ അല്ലേ, സേഫായിട്ടിരിക്കൂ. ശരി, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് മഴ സാഹചര്യമാണ് പൊതുവിൽ ദിൽഷ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും.